അസ്സലാമലൈക്കും. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് എന്താണെന്നല്ലേ, നമുക്ക് തലേക്ക് അടിപൊളി ഒരു സാധനം ഇട്ട് ഉണ്ടാക്കണത് തേക്കാൻ വേണ്ടിയിട്ട്. ഇതാ കുറച്ച് തേങ്ങ ചിരകി വെച്ചേക്കണ്. അപ്പം നിങ്ങൾ വിചാരിച്ചപ്പോൾ അത് കറിക്കാൻ നല്ലത് തലേ തേക്കാനാ. അപ്പോൾ അതാ ഇഞ്ചി ഒരു ചെറുനാരങ്ങ. ഇത് മുഴുവനായിട്ട് നല്ല നീരുള്ളതാണെങ്കിൽ പകുതി എടുത്താൽ മതിയിട്ട്. ഇപ്പോൾ ചെറിയ ഒരു നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒന്നെടുത്താൽ. ഇതിപ്പോൾ മുടി വളരാൻ, പിന്നെന്താണ് നല്ല കട്ടി കൂടാൻ, പിന്നെന്താണ് ചൊറിച്ചിൽ, നമ്മളെ തലയിലുള്ള ചൊറിച്ചിലൊക്കെ മാറാൻ, ഇതിനൊക്കെ പറ്റണ ഒരു സാധനം കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ പാലെടുക്കണം നമുക്ക്, ഇതും അരക്കണം ഇതും. എന്നിട്ട് അതിൻ്റെ പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ ചെറുനാരങ്ങ അതിൽ ഒഴിച്ചിട്ട് തലേ തേക്കാനാണ്. നല്ല ഒരു സാധനമാണ്. തല ചൊറിയണീനും മുടി വളരാനും മുടി കട്ടി കൂടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് നമ്മളിതൊന്ന് അരച്ചെടുക്കുക. നമ്മളിപ്പോൾ താളി മാത്രമല്ല, തേങ്ങാപ്പാലും തേങ്ങൻ്റെ വെള്ളവും നല്ലതാട്ടോ. തേങ്ങ പൊട്ടിച്ചെടുക്കണ വെള്ളം തലേ തേക്കാൻ നല്ല ഫസ്റ്റാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് തേച്ച് വെക്കോണ്ടി. മുടി വളരാത്ത ആൾക്കാർക്ക് വളരും, ചെറിയ മുടി ഉണ്ടായി വരികയൊക്കെ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സാധനം ഞാൻ ഉണ്ടാക്കണത്. അപ്പം അതാ ഇതൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, തോന വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഞാനൊന്ന് ഇങ്ങോട്ട് പൈപ്പിൻ്റെ ചോട്ടൊന്നും കാട്ടിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇനി നമ്മൾ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പാലുണ്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടോ, അതുണ്ടോ നമുക്ക് അരിച്ചെടുക്കുക. ഇതിൻ്റെ തേങ്ങ പാലാണ് വേണ്ടി. ചണ്ടിയൊക്കെ പെട്ടാൽ നമ്മളെ തലയിലൊക്കെ ആവും. അപ്പോൾ ചണ്ടി ഇടാതെ നോക്കണേ. നല്ല കട്ടിയുള്ള പാലാണ്. ഞാനിത് അരയാനുള്ള വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. കുറേ വെള്ളം ഒഴിക്കരുത്, എന്നാൽ അത് അരിയും വേണം. അങ്ങനെ ആ രീതിക്കാണ് ഒഴിക്കേണ്ടി. നമ്മൾ മുഴുവനായിട്ട് ഇതിക്കിടുക. അപ്പോൾ അതാ ഞാൻ ഇതേ ജാർക്ക് തന്നെ കേട്ടോ മുറിച്ചിടണേ. പിന്നെ എന്താണ് ഇഞ്ചി ചെറിയ മുടി, ഇങ്ങനെ പുതിയ മുടി ഉണ്ടാവാൻ നല്ല ഒരു സാധനമാണ്. നമ്മളൊന്ന് തേച്ച് നോക്കണ്ടി. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം തേച്ചാൽ മതി. മുടിയില്ലാത്ത ആൾക്കാർക്ക്, മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നല്ലതാണ് ഇഞ്ചി. പിന്നെ ചൊറിച്ചിലിനും നല്ലതാണ്. ചൊറിച്ചിലിന് പിന്നെ നാരങ്ങ നീരും കൂട്ടണം, എന്നാൽ ഒന്നും കൂടി നല്ലതാണ്. ഞാൻ ഇപ്പോൾ ഈ ജാറ് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ഏതായാലും ഇതിക്ക് അരിക്കാനുള്ളതല്ലേ. അപ്പം അത് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ പിഴിഞ്ഞെടുക്കാം. രണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ വയ്ക്കാം. ചണ്ടി കൂടിയാൽ തലേന്ന് പോവാൻ പണിയാണ് മുടിയിൽ നിന്ന്. അപ്പോൾ ചണ്ടി കൂടാതെ നോക്കണം നിങ്ങളെ. നമുക്കിതൊക്കെ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഈച്ച ശല്യമല്ല എല്ലായിടത്തും. പെട്ടെന്ന് നമ്മൾ വൃത്തിയാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ ഈച്ചകളും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കൽ നടക്കില്ല. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ ഈച്ച? ഇവിടെ നല്ല ഈച്ച കേട്ടോ.
പിന്നെ ക്ലോറക്സ് ഇട്ട് തുടക്കണോണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. അപ്പം നമ്മളെ ഈച്ചക്ക് നല്ല കേട്ടോ ക്ലോറക്സ്. ഞാനത് കൊണ്ട് തിരുമ്പണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി. നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കി. നല്ലൊരു സാധനമാണ്, ചളി പോകാനും വൃത്തിയാവാനും. അപ്പോൾ അത് നമ്മൾ നാരങ്ങ നീര് വയ്ക്കുക. ഇത് തന്നെ വേണ്ടി വരും, ഇത് ഫുള്ളും വേണ്ടി വരും. കാരണം അതിൽ നീര് കുറവാണ്. ചെറിയ നാരങ്ങ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറുനാരങ്ങ തേച്ച് വെളുപ്പിക്കാൻ എടുക്കലുണ്ടല്ലോ. ഇപ്പം തലക്ക് കേടല്ലേന്ന്, മുടിയൊക്കെ വെളുക്കുമല്ല കേട്ടോ, നല്ല കറുപ്പാവും. നാരങ്ങ നീര് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എന്നാലോ ചൊറിച്ചിലിനൊക്കെ നല്ല പറ്റാ. താരന് പിന്നെ ചെറിയ കുരുക്കളൊക്കെ ഉള്ള അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഒരു സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതത് നല്ലോണം ഇളക്കിയെടുക്കുക. കണ്ടോ, ഇനി ഇത് നമ്മൾ കുറച്ച് പിന്നെ നെറുകിലൊക്കെ ലേശം എണ്ണ, ഏത് എണ്ണയാണോ തേക്കണത് അതൊന്ന് തൊട്ട് പറ്റിയിട്ട്, അതിൻ്റെ ചണ്ടി കേട്ടോ ഇത് പീഞ്ഞ തേങ്ങ തൊട്ട് പറ്റിയിട്ട് ഇത് നല്ലപോലെ ഒരു പിന്നെ 10 ഇപ്പോൾ തലയിൽ തോനെ വെക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് നീരിറങ്ങൊന്നുമില്ല. എന്നാലും ഒരു 10 മിനിറ്റോ, അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർ നീരിറക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ ഒരു 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ വെച്ചാൽ നല്ല മുടി വളരാൻ ഫസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങളൊരു 2 പ്രാവശ്യം ആഴ്ചയിൽ തേച്ചിട്ട് 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മുടി നല്ല തിക്കായിട്ട് വളരും. ഒരു ചൊറിച്ചിലോ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ വീഡിയോ നല്ലതാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കി. ഒരിക്കലും കൂടി പറയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.